ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ചുള്ള വാഹനക്കടത്ത്. അത്തരത്തിലുള്ള വാഹനങ്ങളെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു ഓപ്പറേഷൻ നുംകോർ എന്ന പേരിലുള്ള കസ്റ്റംസിന്റെ പരിശോധന. കേരളത്തിൽ നിന്ന് മാത്രം 50-ലധികം വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. നടന്മാരായ ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിന്റെയും വാഹനങ്ങളും കൂട്ടത്തിലുണ്ട്. ഈ കേസിലെ മുഖ്യ സൂത്രധാരനടക്കം 5 പേരെയാണ് കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം പിടികൂടിയത്. സോഫ്റ്റ്വെയർ കമ്പനിയായ വിപ്രോയിലെ സീനിയർ എഞ്ചിനീയറാണ് അറസ്റ്റിലായ വിശ്വജിത് ദാസ്. ഇയാളുടെ വീട് ഇൻഡോ ഭൂട്ടാൻ അതിർത്തിയിലാണ്. അവിടെ ഇരുന്നാണ് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വാഹനങ്ങൾ എത്തിക്കുന്ന റാക്കറ്റിനെ നിയന്ത്രിച്ചിരുന്നത്. വാഹനങ്ങൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ച് വ്യാജരേഖ ചമച്ചുള്ള രജിസ്ട്രേഷൻ നടത്തുന്നു. അതിനുശേഷമായിരുന്നു വിൽപ്പന. ഇയാൾ നാട്ടിലുണ്ടെന്ന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസിന്റെ പ്രിവന്റീവ് വിഭാഗം ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയത്. അതിനുശേഷം ആർമിയുടെ സഹായത്തോടു കൂടിയാണ് ഇയാളെ സാഹസികമായി പിടികൂടിയത്. വിശ്വജിത് ദാസിന്റെ സംഘത്തിൽ ഉൾപ്പെടുന്ന മറ്റ് 4 പേരെ കൂടി അസമിൽ നിന്ന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒരാൾ അസമിലെ ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസറാണ്. അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥരടങ്ങുന്ന വലിയ റാക്കറ്റാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് 469 വാഹനങ്ങൾ കടത്തിയിട്ടുണ്ടെന്നാണ് പ്രതികളുടെ മൊഴി. എന്നാൽ അതിനപ്പുറം കൂടുതൽ വാഹനങ്ങൾ കടത്തിയിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് കസ്റ്റംസ് ഉള്ളത്. വിശ്വജിത് ദാസിനെ കേരളത്തിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കസ്റ്റംസ് സംഘം. കൊച്ചി ക്യാമറ ടീമിനൊപ്പം റിപ്പോർട്ടർ എസ് എസ് ശരൺ, ഇൻ റിപ്പോർട്ടർ.